അധികാരം കിട്ടിയാൽ കോൺഗ്രസ് എന്ത് ചെയ്യും? മേയർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ അതിനുള്ള ഉത്തരം കോൺഗ്രസ് തന്നു കഴിഞ്ഞു. തമ്മിലടി, വീതം വെപ്പ്, കുതികാൽ വെട്ട്, പഴിചാരൽ, അങ്ങനെ കോൺഗ്രസ് അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ഒരു ടീസർ ലോഞ്ചാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത്. എറണാകുളത്തെ കോൺഗ്രസിന്റെ പ്രശ്നം സാമുദായിക സമവാക്യമായിരുന്നു. തമ്മിലടി തീർക്കാൻ മേയർ സീറ്റ് വീതം വെച്ച് കൈച്ചിലാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. മേയർ പദവിയെ മുൻനിർത്തി ജാതിയും സമുദായവും മതവും മുൻനിർത്തി കോൺഗ്രസിന്റെ കൂട്ടത്തല്ലിനെ പറ്റി മുൻപ് തന്നെ കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ഈ കാര്യം ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു, ഒരൊറ്റ സാമുദായിക സംഘടനകൾ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്നോ അല്ലെങ്കിൽ ഇന്നാരെ എടുത്തില്ലെന്നോ പറഞ്ഞ് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. കണ്ടു പഠിക്കാമായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു, സ്വാഭാവികമായി അത് കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു മുന്നണിയിലോ ഒരു പ്രസ്ഥാനത്തിലോ മാതൃകാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങൾ തന്നെ ചർച്ച ചെയ്തു, ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന മന്ത്രിമാരെ തെരഞ്ഞെടുത്തതിലോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അവരുടെ സമുദായത്തെ പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടോ ഒരു അപശബ്ദം ആരും മുഴക്കിയില്ല. നേരെ മറിച്ച് ഇവിടെ UDF ആയിരുന്നു വന്നെങ്കിൽ അതിശക്തമായ സമ്മർദ്ദങ്ങൾ വന്നേനെ, എന്തെല്ലാം പത്രവാർത്തകൾ വന്നേനെ, ചാനൽ ഡിസ്കഷൻ വന്നേനെ. അപ്പോ അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അത്തരം ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അവർ വിധേയമാകാറില്ല. കൊച്ചി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അടുത്ത പൊട്ടിത്തെറി അരങ്ങേറിയത് അങ്ങ് തൃശൂരാണ്. പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റെന്ന ആരോപണവുമായി കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസ് രംഗത്തെത്തുകയുണ്ടായി. 3 ദിവസം മുമ്പ് ഈ തൃശ്ശൂർ നഗരത്തിലെ ചില ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ലാലി ജെയിംസിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ആൾ വരുന്നുണ്ട്, നെജി ജസ്റ്റിൻ, സൂക്ഷിക്കണമെന്ന്. എനിക്ക് വ്യക്തിപരമായിട്ടല്ല, പാർട്ടി ചലിക്കണമെങ്കിൽ ഫണ്ട് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നിസ്സഹായാണ്, എൻ്റെ കയ്യിൽ പണമില്ല, ഞാനൊരു വിഡോ ആണ്, പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എന്ന നിലയ്ക്ക് എനിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ 1 വർഷമെങ്കിലും തരണമെന്ന് ന്യായമായൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ എന്നെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ചേച്ചിയുടെ കയ്യിൽ 10 പൈസ ഇല്ലാണ്ട് ഇതിനൊക്കെ ഇറങ്ങിയിട്ട് എന്താ കാര്യം ചേച്ചിയെന്ന്. മേയർ നിജി ജസ്റ്റിനും ഭർത്താവും പെട്ടിയുമായി AICC നേതാക്കളെ കാണാൻ പോയെന്നും കോൺഗ്രസ് നേതാവായ രാജൻ പല്ലൻ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അറിവോടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും കോൺഗ്രസ് കൗൺസിലർ ലാലി ജെയിംസ് ആരോപണം ഉന്നയിച്ചു. അധികാരം ലഭിക്കുന്നതിന് വേണ്ടി പിടിവലിയും തട്ടിപ്പും വെട്ടിപ്പും സാമ്പത്തിക തിരിമറിയും ജാതിമത വർഗീയ കക്ഷികളെ പ്രീണിപ്പിക്കാനും കോൺഗ്രസ് രംഗത്തിറങ്ങും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കൊച്ചിയിലും തൃശൂരും കോൺഗ്രസിൽ നിന്നും പുറത്തുവന്ന കാര്യങ്ങൾ തെളിയിക്കുന്ന കാര്യങ്ങൾ ഇവയാണ്. വ്യക്തികളെയും മതങ്ങളെയും പ്രീണിപ്പിക്കുക, പണവും വാഗ്ദാനങ്ങളും നൽകി വോട്ട് വാങ്ങുക, സ്ഥാനമാനങ്ങൾ പണം വാങ്ങി നൽകുക, അതുവഴി സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും കളമൊരുക്കുക. ജനാധിപത്യത്തിനെയും ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും തിരിഞ്ഞു നിന്ന് പരിഹസിക്കുകയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് മേയർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്.